ഹലോ ഫ്രണ്ട്സ്, ആർസിത്തിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കൊതി വരുന്നില്ലേ? അപ്പോൾ ഇതെന്താ വെച്ചാൽ മാങ്ങ ഉണക്കിയെടുക്കുന്ന കേട്ടോ. അപ്പോൾ ഈ മാങ്ങ ഇപ്രാവശ്യമാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഒരുപാട് മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് പലതരം ഐറ്റംസ് ഉണ്ടാക്കി കേട്ടോ. മാങ്ങ മീനിലിട്ട് വയ്ക്കും, അതായത് മത്തി, അയില പോലുള്ള മീനുകളിലൊക്കെ, ചെറു മീനുകളിലൊക്കെ ഇട്ട് വയ്ക്കാനും ഒക്കെ നല്ലതാട്ടോ മാങ്ങ. അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യും. പിന്നെ അതുകൂടാതെ മാങ്ങ ഉപ്പിലിടും, കടുമാങ്ങ ഇടും, മാങ്ങ അച്ചാറിടും, ചെത്തുമാങ്ങ അച്ചാറിടും, പിന്നെ മാങ്ങ പച്ചടി ഉണ്ടാക്കും. അങ്ങനെ പല രീതിയിൽ മാങ്ങ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ മാങ്ങ ഉണക്കി കൂടി ഞങ്ങൾ എടുക്കാറുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു റെസിപ്പി ഞാനിവിടെ പറയാവേ. അപ്പോൾ അതായത് ഈ മാങ്ങ നമ്മൾ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്ത മാങ്ങയിലേക്ക് ആദ്യം അല്പം ഉപ്പ് തിരുമ്മി വെക്കണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം മുളക് പൊടി, അതോടൊപ്പം തന്നെ നമ്മൾ ഒരല്പം ഉലുവയും അതിൻ്റെ ആവശ്യത്തിനുള്ള കായവും, അത് രണ്ടും കൂടി വറുത്ത് പൊടിച്ച് അതും എടുത്തിട്ട് ഈ മുളക് പൊടിയിൽ മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഈ ഉപ്പ് തിരുമ്മി വെച്ചിരുന്ന മാങ്ങയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ അവിടെ അടച്ച് വയ്ക്കുക. അപ്പോഴേക്കും ഈ എല്ലാ ചേരുവകളും കൂടി ആ മാങ്ങയിലേക്ക് പിടിക്കും. അതിനുശേഷം നല്ല വെയിൽ വരുന്ന സമയം നോക്കിയിട്ട് നല്ല ഏതെങ്കിലും ഫൈബറിൻ്റെയൊക്കെ പ്ലേറ്റുകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ വീതി കൂടിയ പ്ലേറ്റുകളോ അല്ലെങ്കിൽ അതിന് പറ്റിയ ഏതെങ്കിലും ഒരു പാത്രം റെഡിയാക്കിയിട്ട് അതിലേക്ക് ഇതെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചങ്ങ് കൊടുക്കാം. ഒരു 2 ദിവസം മതി കേട്ടോ. 2 ദിവസം കൊണ്ട് ഇത് നല്ല രീതിയിൽ ഉണങ്ങി വരുമ്പോൾ തന്നെ പകുതി കൂടുതൽ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കും. കാരണം അത്രയ്ക്ക് രുചിയാണ് ഈ മാങ്ങ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. പ്രത്യേകിച്ച് വെക്കേഷൻ ടൈമിലാകുമ്പോൾ ഇത് ഉണക്കാൻ വെക്കണതേ കാണുള്ളൂ. ഉണങ്ങി വരുമ്പോഴേക്കും പാത്രം കാലിയായിട്ടുണ്ടാവും. എല്ലാം കുട്ടികളൊക്കെ എടുത്ത് കഴിക്കുമല്ലോ നന്നായിട്ട്. അപ്പോൾ ഈ മാങ്ങ കൂടുതൽ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യം കൂടിയാട്ടോ ഇത് ഏകദേശം ഇത് ചെയ്യുമ്പോൾ ഒരുപാട് പഴുക്കാതെ എന്നാൽ പഴുത്ത് തുടങ്ങുന്ന ഒരു ടൈം ഉണ്ടാവില്ലേ, ആ ടൈമിൽ മാങ്ങയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. പച്ചമാങ്ങ ഇടുന്നതിനേക്കാളും എനിക്ക് ടേസ്റ്റ് എപ്പോഴും തോന്നാറ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആ മഞ്ഞ കളറിലേക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇടുന്നതാണ്. അപ്പോൾ ഒരുപാട് പഴുത്തിട്ടുണ്ടാവില്ല, എന്നാൽ നല്ലൊരു വെറൈറ്റി ഒരു ടേസ്റ്റ് കൂടി ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്തുകൊണ്ട് മാങ്ങ കൂടുതലുള്ള എല്ലാവർക്കും ഇത് ചെയ്യാവുന്നുണ്ട്. ഇല്ലെങ്കിൽ പുറത്തുനിന്ന് 1 കിലോ മാങ്ങ വാങ്ങി നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാ വർഷവും ഒരുപോലെ ചിലപ്പോൾ മാങ്ങ തന്നിരിക്കില്ലേ. വീട്ടിലാണെങ്കിൽ ഇപ്രാവശ്യം ഒരുപാടുണ്ടായി, കഴിഞ്ഞ പ്രാവശ്യം കുറച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെടുന്ന ആയുസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക് യു.